വളർത്തി ക്ഷീര കർഷകരിൽ അവർക്ക് പുറത്തുപോയി പശുക്കളെ മേടിക്കാതെ കേരളത്തിനകത്ത് പശുക്കളെ മേടിക്കുവാൻ 6 കോടിയുടെ ഒരു പദ്ധതിക്ക് ഇപ്പോൾ തുടക്കം ഇടുന്നുണ്ട്. അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള ധാരാളം പദ്ധതികൾ ക്ഷീരക്ഷേമനിധി ബോർഡിന്റെ ക്ഷീര സ്വാതന്ത്ര്യം പദ്ധതി ഉൾപ്പെടെ പെൻഷൻ ഉൾപ്പെടെ കുട്ടികൾക്ക് സ്കോളർഷിപ്പ് ഉൾപ്പെടെ ഇതെല്ലാം നമുക്ക് കൊടുക്കുന്നൊരു മേഖലയാണ്. എനിക്ക് കഴിഞ്ഞ ഈ മൃഗസംരക്ഷണ ഓഫീസ് ഉദ്ഘാടനം ചെയ്യാൻ ആദ്യത്തെ ഉദ്ഘാടനത്തിന് രാവിലെ ചെന്നപ്പോൾ വളരെ സന്തോഷം തോന്നി. ഒരു ക്ഷീരകർഷകൻ, ആ ക്ഷീരകർഷകൻ നല്ലതുപോലെ പശുക്കളെ വളർത്തുന്നതാണ്. ആ പശുക്കളെ വളർത്തി അതിലൂടെ ആ കുട്ടിക്ക് MBBS പഠനം കിട്ടി, അല്ലെങ്കിൽ അതിലൂടെ ആ കുഞ്ഞിനെ പഠിപ്പിച്ച് ഉയർത്തിക്കൊണ്ടുവരുവാൻ കഴിയും. അങ്ങനെ ഒരുപാട് കഥകൾ കേരളത്തിലെ ക്ഷീരകർഷകർക്കുണ്ട് എന്നുള്ളതാണ്. പലപ്പോഴും ആ കഥ പറയുവാൻ നിന്നാൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ അങ്ങനെ പോകുന്നില്ല. അതുകൊണ്ട് ഈ ക്ഷീര മേഖലകളിൽ പണിയെടുക്കുന്ന പ്രിയപ്പെട്ട ക്ഷീര കർഷകർക്ക് നമുക്ക് അവർക്ക് വേണ്ടുന്ന എല്ലാ പ്രോത്സാഹനങ്ങൾ കൊടുക്കുവാൻ, അവർക്ക് ഇൻഷുറൻസും മറ്റാനുകൂല്യവും ഒക്കെ കൊടുത്ത് അവരെ സംരക്ഷിക്കുക. ഇപ്പം നിങ്ങളുടെ ഒരു ആവശ്യം